അപ്പൊ സാധാരണ കുട്ടികളുടെ കുട്ടിക്കാലൊന്നും അല്ല. രാവിലെ 3:30-ക്ക് എഴുന്നേറ്റ് കണ്ണ് സാധകം, അത് കഴിഞ്ഞ് 4 ഉം, മണിയാകുമ്പോഴത്തേക്കും കാല് സാധകം, മെയ്യറൊപ്പടവ്, അത് കഴിഞ്ഞാൽ ഒരു 8:30, അവധി ദിവസങ്ങളിൽ 8:30 9 മണി മുതൽ ഉം. 8:30-ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പ്രാതൽ കഞ്ഞിയെ കഴിക്കുക. ആ. കുത്തിരി കഞ്ഞി, പ്ലാവിലയിൽ നെയ്യൊക്കെ തന്ന്. ഉഫ്. അപ്പം അത് കഴിഞ്ഞ് 8:30 9 മണി മുതൽ കാളി സാധകം തുടങ്ങും. അപ്പം കഥകളി, ഓരോരോ താളങ്ങളും പഠിപ്പിക്കും, ഉം, അതിന് ആട്ടം പഠിപ്പിക്കും, ഉച്ച കഴിഞ്ഞിട്ട് ഇളകിയാട്ടം ഉരുവിടൽ, മുദ്രകൾ പഠിപ്പിക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഏതെങ്കിലും എപ്പിക്സ് കഥകൾ പഠിപ്പിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ബാച്ച്മേറ്റ്സിൽ ആർക്കും കിട്ടാത്ത ആ, ഭാഗ്യമായിരുന്നു എനിക്ക്. അപ്പം നാടകവും ഈ പറയുന്ന എപ്പിക്സും ലിറ്ററേച്ചറും താളവും പാട്ടും അഭിനയവും ആ, ഇതെല്ലാം ഇടകലർന്നിട്ടുള്ളൊരു സ്കൂൾ ടൈം ഒഴിച്ചുള്ള ബാക്കി മുഴുവൻ സമയങ്ങളും ഏറെക്കുറെ ആ. ഇങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ എപ്പോഴാണ് ഈ താല്പര്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഉം. അപ്പം മുതൽ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം മുതൽ നമ്മൾ ഇതിന്റെ പിന്നാലെയാണ്. ജനിച്ചപ്പോ തൊട്ട് ഇതിന്റെ കൂടെ അങ്ങനെ ആയി പോയതാണ്. അതെ, ശരിക്കും 7ാം ക്ലാസ് മുതലാണ് കുറെ കൂടി ഉം, കൃത്യമായിട്ട് പറഞ്ഞാല് ഉം. സിസ്റ്റമാറ്റിക് ആയിട്ട് കഥകളി പഠിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് ആ. ഇതിലേക്കുള്ള താല്പര്യം.